വാങ്ങിച്ച സമയത്ത് ടച്ച് സ്ക്രീൻ ഓപ്ഷൻ ഇല്ലാത്ത വണ്ടിക്ക് ഇപ്പോൾ ടച്ച് സ്ക്രീൻ വന്നു. അതാണ് ഏതറിന്റെ പുതിയ അപ്ഡേറ്റ് കേട്ടോ. ഏതർ റിസ്തയിൽ പുതിയതായിട്ട് വാങ്ങിച്ചവർക്ക് ടച്ച് സ്ക്രീൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. പുതിയതായിട്ട് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു ടച്ച് സ്ക്രീൻ കൂടെ കിട്ടും കേട്ടോ. സംഭവം അടിപൊളിയല്ലേ? ഇതെല്ലാം വന്നിട്ടുള്ള ഏതറിന്റെ കമ്മ്യൂണിറ്റി ഡേയിലാണ്. ഏതർ സ്റ്റാക്ക് 7ൽ കുറേയധികം ഫീച്ചേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതർ പുതിയതായിട്ടൊരു ഫാസ്റ്റ് ചാർജർ കൊണ്ടുവരുന്നുണ്ട്. 6 കിലോ വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇതിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് 30 കിലോമീറ്റർ പോകാൻ വേണ്ടി പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന ഫാസ്റ്റ് ചാർജറിൽ ഏകദേശം 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോമീറ്ററാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഏതറിന്റെ സ്കൂട്ടറുള്ളവരാണെങ്കിൽ അറിയാം, നമുക്ക് 80% വരെ ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റുള്ളായിരുന്നുള്ളൂ. ഇനി മുതൽ നിങ്ങൾക്ക് എത്ര ശതമാനം വരെ വേണമെങ്കിലും ചാർജ് ചെയ്യാനും പറ്റും. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫോണിൻ്റെ ആപ്പിനകത്ത് സ്ലൈഡർ വെച്ച് അത് കൺട്രോൾ ചെയ്യാനും പറ്റും. ഏതൊരു വണ്ടി എടുത്ത എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ക്രൂയിസ് കൺട്രോൾ കിട്ടുക എന്നുള്ളത്. ഫൈനലി ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പക്ഷേ എപ്പെക്സിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിരിക്കുന്നത് വേറൊരു തരത്തിലാണ്. അതായത് നമ്മൾ ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞാലൊന്നും ക്രൂയിസ് കൺട്രോൾ ഓഫ് ആവില്ല. പകരം ക്രൂയിസ് കൺട്രോൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് അതിനനുസരിച്ച് തന്നെ ത്രോട്ടിലും ബ്രേക്കും എല്ലാം പിടിക്കാൻ പറ്റും. പുതിയതായി ഒരു വോയിസ് അസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നാച്ചുറൽ കോൺവെർസേഷനിലൂടെ സ്കൂട്ടറുമായിട്ട് സംസാരിക്കാനും പല ഭാഗങ്ങളിൽ നാവിഗേറ്റ് ചെയ്യാനും പറ്റും. രണ്ടാമതായിട്ട് പോത്ത് ഹോൾ അലർട്ട് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറുണ്ട്. അതായത് റോഡിലെ കുണ്ടും കുഴിയും എല്ലാം നേരത്തെ വണ്ടി തിരിച്ചറിയുകയും വണ്ടി നമുക്ക് കുഴിയിൽ എത്തുന്നതിന് മുന്നേ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യും കേട്ടോ. കുഴി വരുന്നുണ്ട്, ചാടരുത്. കുഴി വരുന്നുണ്ട്, ചാടരുത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ബെറ്റർ റൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പോത്ത് ഹോളൊക്കെ എവിടെയാണെന്നുള്ളത് ഓൾറെഡി വണ്ടികൾ പോകുന്നതിനനുസരിച്ച് ഏതറിനൊരു ഡാറ്റ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഏതറിൻ്റെ സ്കൂട്ടറിൽ നാവിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 റൂട്ടുകൾ കാണിക്കും. ഒന്ന് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട്, ഒന്ന് വേഗം എത്തുന്ന റൂട്ട്, മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർട്ട് ഹോൾസ് ഇല്ലാത്ത റോഡ് മാത്രമായിട്ടൊരു റൂട്ട് കാണിച്ചു തരും. അതായത് ബെറ്റർ റോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലൂടെയും നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു ഫീച്ചറാണ് ക്രാഷ് അലർട്ട് എന്ന് പറയുന്നത്. ക്രാഷ് അലർട്ടിൽ നമ്മുടെ വണ്ടി മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് 3 കോൺടാക്ട്സ് വരെ സേവ് ചെയ്യാൻ പറ്റും. വണ്ടി വീഴുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൽ ഈ 3 കോൺടാക്ട്സ് കാണിക്കുകയും ആളുകൾക്ക് എമർജൻസി ആയിട്ട് വിളിക്കാനും പറ്റും. അതേസമയം തന്നെ വണ്ടി തന്നെ ഈ 3 കോൺടാക്ട്സിലേക്ക് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷൻ, നമ്മൾ എവിടെയാണ് വീണ് കിടക്കുന്നത് എന്നുള്ള ലൊക്കേഷനൊക്കെ അപ്പോൾ തന്നെ അയച്ചു കൊടുക്കുകയും ചെയ്യും.